ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഇന്നലെ ആയിരുന്നു ഈസ്റ്റർ. ഇന്നലെ ഞാൻ തിന്ന് കിറങ്ങിക്കൊണ്ട് ഉറങ്ങിപ്പോയ കാരണം ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ April 1 ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഈസ്റ്റർ നല്ല സൂപ്പറായിട്ട് തന്നെ ആഘോഷിച്ചു. ഒട്ടും കുറച്ചില്ല. നോൺ വെജ് മാത്രം തിന്നാൻ ആഗ്രഹിക്കുന്ന ഞാൻ അമ്മൂമ്മ പാപ്പുവിന് സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി വാങ്ങി. പിന്നെ വെജ് മാത്രം തിന്നണ അപ്പൂപ്പയ്ക്ക് നമ്മൾ സ്പെഷ്യൽ വെജ് ദം ബിരിയാണി വാങ്ങി. പിന്നെ ഒരു പനീർ മഖനി ഉണ്ടായിരുന്നു. പിന്നെ ഗ്രേവി സാലഡൊക്കെ ഉണ്ടായിരുന്നു. ലഞ്ചിന് ഫുഡ് പുറത്തുനിന്നാക്കാന്ന് പ്ലാൻ ചെയ്ത കാരണം രാവിലെ വളരെ ലൈറ്റ് ആയിട്ട് 3 ഇഡ്ഡലിയും 1 ഗ്ലാസ് പാലും മാത്രമേ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് വാങ്ങാൻ പോയി ലേറ്റ് ആയി. പിന്നെ അണ്ടകടാഹം വരെ പൊള്ളി തുടങ്ങി. 3:45 ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഫുഡ് കണ്ടപ്പോൾ മറ്റേ ഫുഡ് കിട്ടാത്ത ആളെ പോലെ ആക്രാന്തത്തിൽ വാരി വലിച്ച് തീറ്റായിരുന്നു, പ്രത്യേകിച്ച് ഞാൻ കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയെ കുറിച്ച് സംസാരിക്കാം. ഇത് വന്നിട്ട് ഹൈദരാബാദി സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണിയാണ്. 200 rupees ആണ് ഒരു പ്ലേറ്റിന്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ റൈസ് ഉണ്ട്. പക്ഷെ ചിക്കൻ വന്നിട്ട് വൻ ഷോക്കായിരുന്നു. ഏതോ ദാരിദ്ര്യം പിടിച്ച കോഴിയുടെ 2 പീസായിരുന്നു അവരിട്ടുണ്ടായിരുന്നത്. അത് പീസ് എന്നൊക്കെ കണ്ടില്ല ഗൈസ്. ഇത് ഒരു കുഞ്ഞു കോഴിയുടെ ഒരു കുഞ്ഞു കാലിനെ മുറിച്ചിട്ട് പകുതിയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അടുത്തതാണെങ്കിൽ ഒരു കഴുത്തിന്റെ പീസായിരുന്നു. അൺസഹിക്കബിൾ. അതിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ടേസ്റ്റ് വൈസ് ഗുഡ് ആയിരുന്നു. ക്വാണ്ടിറ്റി വൈസ് റൈസ് നല്ലോണം ഉണ്ടായിരുന്നു. ചിക്കൻ വൻ ശോകം. ഇതായിരുന്നു ബിരിയാണിയുടെ അവസ്ഥ. ഇനി വരാൻ പോണതാണ് മക്കളെ സീൻ ഐറ്റംസ് ആയിരുന്നു. ഡെസേർട്ടിന് നമ്മൾ മാംഗോ പുഡിംഗ്, ബദാം കീർ ആൻഡ് സേമിയ കീർ ആയിരുന്നു ഓർഡർ ചെയ്തത്. ഇത് ഈറ്റ് ഫിറ്റ് ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറന്റ് നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പൊ അവര് നല്ല ഹെൽത്തി രീതിയിലൊക്കെയാണ് ഉണ്ടാക്കണമെന്നാ പറയണത്. എന്തൊക്കെയാണെങ്കിലും മധുരമാണ് ഗൈസ്. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെട്ടിക്കയറ്റുന്നു, അത്രേ ഉള്ളൂ. സോ മാംഗോ പുഡിംഗ് വാസ് സോ ഗുഡ്. കാരണം അതിൽ നല്ല ഫ്രഷ് മാംഗോ ഉണ്ടായിരുന്നു, സാഗോ റൈസ് ഉണ്ടായിരുന്നു, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ കഴിക്കുന്നതാണ് സേമിയ കീർ. ഇതും നല്ലതായിരുന്നു. അതിൽ കുറച്ച് കാഷ്യൂസ്, ബദാമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കഴിക്കുന്ന ഈ വലിയ അണ്ടാവിലുള്ള സാധനം വന്നിട്ട് ബദാം കീറായിരുന്നു. ഈ 3 ഡെസേർട്സിലും ഏറ്റവും മധുരം കുറവ് വന്നിട്ട് ഈ അണ്ടാവിലത്തെ ബദാം കീറിനായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മധുരം കൂടുതൽ വന്നിട്ട് ആ സേമിയ കീറായിരുന്നു. എനിക്ക് പേഴ്സണലി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സേമിയ കീറായിരുന്നു. സെക്കൻഡ് വന്നിട്ട് മാംഗോ പുഡിംഗ് ആൻഡ് തേർഡ് ബദാം കീർ. ഞാൻ തിന്നണതിന്റെ ഇടയിൽ നൈസായിട്ട് കൊച്ചു ഗള്ളി അമ്മൂമ്മ എല്ലാവർക്കും ഷെയർ ഇടാൻ തുടങ്ങി. കാരണം അമ്മൂമ്മ പറയുന്നത് നീ തിന്ന് വീഡിയോ എടുത്ത അവസാനം ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്നാണ്. അത് സത്യാവസ്ഥയാണ് ഗൈസ്. കൊടുത്ത് കഴിക്കണം എന്നാണല്ലോ. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും നമ്മൾ ഷെയർ ഇട്ടേ മതിയാവുള്ളൂ ഗൈസ്. അപ്പൊ അമ്മൂമ്മ പങ്കിടുന്നതിന്റെ ഇടയിൽ ഞാൻ വീണ്ടും ഓരോ സ്പൂണായിട്ട് നക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ എല്ലാം ഞാൻ പഠിച്ച് കയറ്റി ഗൈസ്. ഈ 3 ഡെസേർട്സിനും കൂടെ നമുക്ക് 291 rupees ആണ് വന്നത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ല, വലിയ നഷ്ടക്കച്ചവടം അല്ലാന്ന് എനിക്ക് തോന്നുന്നു. 400 grams ഉണ്ടായിരുന്നു നമ്മുടെ അണ്ടാവിലെ ബദാം കീർ. ബാക്കി 2 ഡപ്പ ചെറുതായിരുന്നു. എന്നിട്ട് അമ്മൂമ്മ പറയായിരുന്നു ഇവരെന്താ ഈ ചെറ്റപ്പണി കാണിക്കുന്നത്, ഇവർക്ക് എല്ലാം വലിയ അണ്ടാവിൽ തന്നൂടെയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മൂമ്മയുടെ ഹസ്സിന്റെ ഷോപ്പാണല്ലോ, അണ്ടാവിലും ചരക്കിലൊക്കെ തരാന്ന്. എന്നിട്ട് അമ്മൂമ്മ പറയായിരുന്നു എന്നാലും ഇന്ന് ഈസ്റ്റർ അല്ലേ, ഇവർക്കൊരു കരുണ കാട്ടിക്കൂടെ, ഈസ്റ്ററിന് കുറച്ച് നല്ല ലാവിഷായിട്ട് എല്ലാവർക്കും തന്നൂടെയെന്ന്. സോ നമ്മുടെ ഡെസേർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടേസ്റ്റ് വൈസ് ഗുഡ് ആയിരുന്നു. ക്വാണ്ടിറ്റി വൈസ് അണ്ടാവ് ബദാം കീർ മാത്രം ഒക്കെ ആയിരുന്നു. ബാക്കി 2 വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈസ്റ്റർ ഒക്കെ അല്ലേ ഗൈസ്, കുറച്ച് മധുരമൊക്കെ വാങ്ങി കിറങ്ങി എല്ലാവർക്കും കിടക്കണ്ടേ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാ.